നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ കുടുംബബന്ധത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇനി മുതൽ മാതാപിതാക്കളെയും ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ജന്മനാട്ടിലെത്തിച്ചേരുക, മറ്റ് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് വേറെ വികസിത രാഷ്ട്രത്തിലേക്ക് എത്തിച്ചേരുക, എന്തായാലും ഒരു ക്രമീകരണത്തിന് തയ്യാറാകുവാനും നടപടിക്രമങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും ഇടയുണ്ട്. അറിവുള്ളതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് വഴി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള കരാറ് ജോലികളോ അവസരങ്ങളോ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനിടവരും. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അറിവും അവസരവും വേണ്ട വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കും. സമചിത്തതയോടുകൂടിയതായുള്ള സമീപനം സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടയുണ്ട്. സുദീർഘമായിട്ടുള്ള ചർച്ചയിലൂടെ പലപ്പോഴും പല കാര്യങ്ങളിലും ഒരു യുക്തമായിട്ടുള്ള തീരുമാനം അവലംബിക്കുന്നത് വഴി കൃതാർത്ഥതയ്ക്ക് യോഗം കാണുന്നതുമുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഒരു വർഷമായിട്ട് പല വിധത്തിലുള്ള നഷ്ടകഷ്ടങ്ങളും സംഭവിച്ചിരുന്നു. എന്നാൽ ഇനി അതിനെല്ലാം തന്നെ ഉദ്ധരിക്കാൻ തക്കവണ്ണം അഹോരാത്രം പ്രവർത്തിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ, പ്രത്യേകിച്ച് പണച്ചെലവ് അധികമൊന്നും ഇല്ലെങ്കിൽ പോലും അതിനുവേണ്ടി പ്രവർത്തിക്കാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. അധികൃതരുടെ പ്രത്യേക പരിഗണനയിൽ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ജോലി മാറ്റത്തിന് സാധ്യത കാണുന്നു. അനാവശ്യ ചെലവുകളെല്ലാം ഒഴിവാക്കിയാലും അവിചാരിതമായിട്ടുള്ള ചെലവുകളെ കൊണ്ട് നീക്കിയിരിപ്പ് കുറയും. വിജ്ഞാനപ്രദമായിട്ടുള്ള വിഷയങ്ങൾ ആർജിക്കുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും സാധ്യത കാണുന്നു. കാർഷികമായിട്ടുള്ള വിളകളിൽ നിന്നും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഈ ഒരു പാത ജോലിയോടൊപ്പം തുടരുവാൻ തീരുമാനിക്കും. നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നുണ്ട്. കുടുംബജീവിതത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകും. കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം എന്നിവ വർദ്ധിക്കുന്നത് വഴി സമാധാനത്തിന് യോഗം കാണുന്നുണ്ട്. സന്തോഷവും സന്തുഷ്ടിയും സമാധാനവുമുള്ള കുടുംബജീവിതം നയിക്കാൻ സാധ്യത കാണുന്നു. നിലവിലുള്ള ഗൃഹം വിൽപ്പന ചെയ്ത് മറ്റൊരു വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി ഗൃഹം നിർമ്മിക്കുക എന്ന സങ്കല്പത്തോടുകൂടി ഭൂമി അന്വേഷിക്കുവാൻ തുടക്കം കുറിക്കാൻ സാധ്യതയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. വിനയത്തോടു കൂടിയതായിട്ടുള്ള സമീപനം ഏതൊരു വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കും. നിഷേധാത്മകമായുള്ള നിലപാട് സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ ഇടവരും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും സർവാത്മന പുതിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനോ പുതിയതായിട്ടുള്ള പാഠ്യപദ്ധതിയോട് ബന്ധപ്പെട്ട് ചേരുവാനോ അവസരങ്ങൾക്ക് യോഗമുണ്ട്. ദൃഷ്ടിപഥത്തിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്നുള്ളൊരു മിഥ്യാധാരണകൾ ഒഴിവാക്കി സയുക്തികം ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴി പല വിധത്തിലുള്ള അബദ്ധങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ആസൂത്രിത പദ്ധതികളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടവരും. ആധ്യാത്മിക പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. മേലധികാരികളുടെ ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നത് കൃതാർത്ഥതയ്ക്ക് വഴിയൊരുക്കുവാനിടവരും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ സാധിക്കും. 2027 ജൂൺ മുതലൊരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനോ ഏറ്റെടുക്കുവാനോ സാധ്യതയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായത്തിനും യോഗം കാണുന്നുണ്ട്. പരിഹാസവചനങ്ങൾ പലതും കേൾക്കുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ മനസ്സിലാക്കി എല്ലാം ധ്രുവീകരിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സ്വയം നിശ്ചയിച്ച പല കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്നത് വഴി
പല വിധത്തിലുള്ള അനിഷ്ടങ്ങളെയും അതിജീവിക്കുന്നതിന് വഴിയൊരുക്കുവാനിട വരും. സൗമ്യ സമീപനത്താൽ എല്ലാ വിധത്തിലുള്ള മാർഗതടസ്സങ്ങളും അതിജീവിക്കാനും സാധ്യതയുണ്ട്. കഫനീർദോഷ രോഗപീഠകളെ കൊണ്ടും പകർച്ചവ്യാധികളെ കൊണ്ടും അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിട വരുമെങ്കിൽ പോലും നിസ്സാര ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വരുവാനും ഉദ്യോഗത്തിൽ പുനഃപ്രവേശനത്തിനും സാധ്യതയുണ്ട്. ഇതാണ് ആയില്യം നക്ഷത്രം ജനിച്ചവരുടെ ഈ ജൂലൈ മാസത്തിലെ അനുഭവയോഗ്യമായിട്ടുള്ള ഫലങ്ങൾ. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഉപരിപഠന പ്രവേശന പരീക്ഷയിൽ വിജയശതമാനം കുറവുണ്ടാകുവാൻ സാധ്യതയുള്ളതുകൊണ്ട് മറ്റ് പാഠ്യപദ്ധതികൾക്ക് ചേരുവാൻ തീരുമാനിക്കുവാനും അതിനുവേണ്ടി അന്വേഷിക്കുവാനും സാധ്യതയുണ്ട്. ജീവിത പങ്കാളിക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനിടവരുമെങ്കിൽ പോലും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ പൂർത്തീകരിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. രേഖാപരമായിട്ട് നിശ്ചിതമായിട്ട് സമയബന്ധിതമല്ലാത്ത കരാറ് ജോലികളാണെങ്കിൽ ഒപ്പുവയ്ക്കാം. അല്ലാത്ത പക്ഷം പരാജയം ഉണ്ടാകുവാൻ ഇടയുണ്ട്. പലപ്പോഴും സങ്കീർണമായിട്ടുള്ള പല കാര്യങ്ങളും വന്നു ചേരും. തൊഴിൽ മേഖലകളിൽ സമ്മർദ്ദവും അധികാരപരിധിയും വർദ്ധിക്കും. ക്ഷമയോടുകൂടി ആത്മസംയമനത്തോടുകൂടി എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുകയും അതിനു വേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അവലംബിക്കുകയും ചെയ്യുന്നതിൻ്റെ വെളിച്ചത്തിൽ ആശ്വാസകരമായിട്ടുള്ള അന്തരീക്ഷം എല്ലാ പ്രകാരത്തിലും വന്നു ചേരും. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അഥവാ പുറമേ നിന്നും ഭക്ഷണം കഴിക്കുന്നവർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുവാൻ ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ ഒരു വർഷമായിട്ട് പ്രതീക്ഷിച്ചതിലുപരി നേട്ടവും പുരോഗതിയും സാമ്പത്തികമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇനി മുതൽ ഒരു വർഷത്തേക്ക് അത്ര തന്നെ നേട്ടമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു നിയന്ത്രണത്തോടു കൂടിയും വിറ്റുവരവുള്ള വിഭാഗം മാത്രം നിലനിർത്തി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അനുവർത്തിക്കാൻ തീരുമാനിക്കുന്നത് ഭാവിയിലേക്ക് നന്നായിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ നിന്നും പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമായി തീരും. കല, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിച്ചതിലുപരി അവസരങ്ങളും അന്വേഷണങ്ങളും വന്നു ചേരുവാനിടയുണ്ട്. അർപ്പണ മനോഭാവത്തോടു കൂടിയതായിട്ടുള്ള പ്രവർത്തന മേഖല അനുകൂലമായിട്ടുള്ള വിജയത്തിന് വഴിയൊരുക്കും. സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിനുവേണ്ടി സമാന ചിന്താഗതിയുള്ളവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പദ്ധതികളൊക്കെ രൂപകൽപ്പന ചെയ്യുവാനും നേതൃത്വ സ്ഥാനം വഹിക്കുവാനും ഇടയുണ്ട്. എന്നാൽ പണം കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. നിലവിലുള്ള ഗ്രഹത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ തീരുമാനിക്കുന്നതും ഒരുപക്ഷെ മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശപ്രകാരം പരിവർത്തനങ്ങൾക്ക് തയ്യാറാകുവാൻ ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉദാസീന മനോഭാവം, മടി, ക്ഷീണം, ഉറക്കം എന്നിവ വർദ്ധിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും ഇനി മുതൽ ഒരു വർഷത്തേക്ക് സരസ്വതി മന്ത്രം ജപിച്ച സാരസ്വത ഘൃതം കാലത്ത് കുളിച്ച് ശുദ്ധമായിട്ട് സേവിക്കാം എന്ന ധാരണയോടുകൂടി തന്നെ തുടക്കം കുറിക്കുവാൻ ഇടയുണ്ട്. പല പ്രകാരത്തിലും അസ്വാസ്ഥ്യങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ വിദഗ്ധമായുള്ള പരിശോധനകൾ വേണ്ടിവരും. എന്നാൽ മാരകമായുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട്. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ പൂർവികമായിട്ടുള്ള സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് ചെയ്തോളൂ എന്ന് പറയുകയും എന്നാൽ മനസ്സിന് തൃപ്തികരമായിട്ടുള്ള വിഭാഗം വന്നു ചേരുവാനും ഇടയുണ്ട്. നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി ചില ജോലിക്കാർക്ക് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ബന്ധുമിത്രാദികളുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലുകളാൽ ഒരു പരിധിവരെ സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തെ അതിജീവിക്കാൻ സാധിക്കും. ജോലിപരമായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗത്തിലേക്കും ദൂരദേശത്തേക്കും മാറ്റമുണ്ടാകുവാനിടയുണ്ട്. എന്നാൽ
അവിടെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ ഒറ്റയ്ക്ക് പോയി ജോലി സ്ഥലത്തിനോടനുബന്ധമായി താമസിച്ച് കുടുംബാംഗങ്ങളെ മാതാപിതാക്കളുടെ ഒപ്പം താമസിപ്പിക്കാൻ തീരുമാനിക്കും. ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വാടക വീട് വിട്ടുകൊടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. ഒരുപക്ഷെ സാമ്പത്തികമായിട്ട് മിച്ചം വയ്ക്കുവാനാണ് സാധ്യതയുള്ളത്. ഉദ്യോഗം അന്വേഷിച്ച് വികസിത രാഷ്ട്രത്തിലേക്കുള്ള യാത്ര പരാജയപ്പെടുവാനോ അല്ലെങ്കിൽ അതിൽ അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുവാനിടയുണ്ട്. ഇനി അഥവാ വിദേശയാത്ര അനുഭവത്തിൽ വന്നു എങ്കിലും തൃപ്തിയായിട്ടുള്ള ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സൽകീർത്തിയും ജനപ്രീതിയും വന്നു ചേരും. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും ഉദ്യോഗം നഷ്ടപ്പെടും എന്ന സൂചന ലഭിക്കുവാനിടയുണ്ട്. എന്നാൽ ജന്മനാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ താമസിക്കുന്ന പലർക്കും നിലവിലുള്ള ജോലിയിൽ സംതൃപ്തി കുറവുണ്ട് എന്ന് വിചാരിച്ച് ഉള്ള ജോലി ഉപേക്ഷിച്ചാൽ മറ്റ് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഉള്ളതിൽ തന്നെ തുടരുകയും സാമ്പത്തികമായിട്ടുള്ള സ്വല്പം അനുഭവക്കുറവ്, സ്ഥാനമാനങ്ങളൊന്നും ഇല്ല എങ്കിലും അതേപോലെ തന്നെ ചുമതലകൾ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഉള്ളത് ഏറ്റെടുത്തും കൊണ്ട് ഉപേക്ഷിക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് വളരെ ലോക്യത്തോടുകൂടി തന്നെ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിക്കും. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. സുദൃഢമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളായതുകൊണ്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങളും കീഴ് ജീവനക്കാരുടെ നേതൃത്വ സ്ഥാനം വഹിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം ചെയ്യുവാനും ഇടയുണ്ട്. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടുവാനിട വരുമെങ്കിൽ പോലും കാലതാമസമുണ്ടാകും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും ആശയവിനിമയങ്ങളിൽ പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുക തന്നെ വേണ്ടിവരും. സന്ധി സംഭാഷണത്തിൽ വിജയം കൈവരിക്കും. നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കാൻ സാധ്യത കാണുന്നു. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകും. വീഴ്ചകളുണ്ടാവാതെ സൂക്ഷിക്കണം. അമിത വേഗതയുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കമൊഴിച്ചിട്ടുള്ള വാഹന ഉപയോഗം, കൂട്ടുകാരുമായി കറങ്ങി നടത്തം തുടങ്ങിയവയിലൊക്കെ തന്നെ പരമാവധി ശ്രദ്ധിക്കേണ്ടതുമാണ്. മാതാപിതാക്കളുടെ നിർബന്ധത്താൽ പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തുവാനും നേർന്ന വെടുപ്പുള്ള വഴിപാടുകൾ ചെയ്തു തീർക്കുവാനും അവസരമുണ്ടാകും. ഇതിൻ്റെ വെളിച്ചത്തിൽ അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ പല വിധത്തിലുള്ള ആശ്ചര്യങ്ങളും അനുഭവപ്പെടുവാനിടയുണ്ട്. യുക്തിക്ക് നിരക്കാത്തതാണ് എങ്കിൽ പോലും കാര്യങ്ങളെല്ലാം അനുഭവത്തിൽ വന്നു ചേരുന്നു എന്നറിഞ്ഞതിനാൽ ശാസ്ത്രത്തെ മാനിച്ചും കൊണ്ട് ജീവിക്കാൻ തയ്യാറാവുകയും ഈ ഒരു മേഖല അനുകൂലമാക്കി തീർക്കും എന്ന ധാരണയോടുകൂടി തന്നെ സ്വീകരിക്കാനുള്ള മനസ്ഥിതിയും പോലും ഈ ഒരു ജൂലൈ മാസത്തിൽ മകരനക്ഷത്രക്കാർക്ക് ഉണ്ടാകുവാനിടയുണ്ട്. നമസ്കാരം.